ഓം ഗം ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യേ നമ. ഓംകാരപ്പൊരുളാം ജഗജ്ജനനീ നിൻ പാദം സ്മരിച്ചന്നഹം ശംഖാഹീനം മുരച്ചിടാം സവിനയം സത്യം പരം ധീമഹീം. പാരശ്വര്യുപജ സരോജമമലം കേദ്യാർത്ഥഗന്ധോത്കലം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം ലോകേ സജ്ജന ഷഡ്പദാരഃ പേപീയമാനം മുദാ ഭൂയാത് ഭാരതപങ്കജം കരിമലപ്രധ്വംസിനാ ശ്രേയസേ. തരുണേ മണികാളി കാളിന്തി നദീ തന്നിൽ തരണി വഴി പോലെ കടത്തെ തുടങ്ങിനാൾ. കാളിന്തി കടക്കുന്ന പാന്തന്മാർക്കെല്ലാവർക്കും കാളിലഴഞ്ഞത് മാനസമതുകാലം. തരണീസുതനായ യമുനാ നദി തന്നിൽ തരണി കടപ്പാനയച്ചെന്ത് പരാശരൻ. തരണീ ദേവനുദിച്ചിരുന്നതിനു മുമ്പേ തരണിയ മണിയെ കണ്ണപ്പനും മോഹം പൂണ്ടാൾ. ധരണി തന്നിൽ അവൾക്കൊത്ത നാരികളില്ല, ധരണീപതിയുടെ ബീജമായത് മൂലം. തീരത്ത് ചെന്നു പുലർക്കാലെ മാമുനിപുരൻ ദൂരത്തു തുഴയുമാൻ നിന്നത് കാളിതാനും. ധീരത്തമകന്നൊരു മാമുനിപുരൻ ചൊന്നാൾ, ചാരത്ത് വരിക നീ മറ്റാരുമില്ല എപ്പോൾ. നേരത്ത് കടക്കണം നീക്കണം തോണി മറുതീരത്ത് ചെന്ന് പുനരൂക്കണം എനിക്കടുകു. പാരച്ചൂടകത്താരിൽ പൂരച്ച മൂലം നിന്നൽ പാരച്ചൊരാശ വന്നു പൂറത്തു ചമഞ്ഞത്. ചൂരച്ച് വായും നിന്റെ ചീരത്ത മുലകളും വീരച്ചൊല്ലാളെ. വിചാരിച്ചു ഞാൻ കണ്ട നേരം കാറത്ത കൊള്ളാളെ. മാരത്തിയാറുമാറൻ മാറത്തു ചേർന്നിടുവാൻ യോഗമുണ്ടിപ്പോൾ തന്നെ. നേരത്തെ പറഞ്ഞതും ഈശ്വരനുടെ മതം മാരധ്വംസനം ബ്രഹ്മാദികൾക്കും നീ കാവല്ലേ. ച്വാരത്തുമുള്ള കാളി ചൊല്ലാറാളയ്യോ, രണ്ടു തീരത്തുമുണ്ട് മുനിമാരും മാമറയോരും. ചാരത്വദോഷവുമുണ്ടായി വരും കന്യക ഞാൻ, പാരിച്ച തപസ്സുള്ള മാമുനി ശ്രേഷ്ഠൻ ഭവാൻ. ദൂരത്തു നിൽക്കേണ്ടെന്ന കൈവർത്തനാരി ഞാനോ, പാരർത്ത് കാർത്തിയായ പരമാർത്ഥികൻ ഭവാൻ. വിധിയും നിഷേധവും അറിയാതനുദിനം പ്രതിരോമാശികളാം നീചജാതികൾ ഞങ്ങൾ. സത്യഭേദാർത്ഥ ജാനചതുരമതികളായി സ്മിതകർത്താക്കന്മാരെല്ലാം താപസരല്ലോ നിങ്ങൾ. എന്തിനു തോന്നുവാനുമെന്നോട് പറവാനും ചിന്തിക്കാൻ തേരുദിച്ചതും ദൈവകൽപ്പിതമെന്നോ. ആരെയും അറിയാതെ ദോഷം ഇരുവർക്കും വരാതെയിരിക്കലോ ചെന്നത് കേൾക്കാമല്ലോ. ഇങ്ങനെയുള്ള നിങ്ങൾ ചെന്നത് കേളാഞ്ഞാലും എങ്ങനെ വന്നു അന്യായമെന്നറിയരുതല്ലോ എന്നത് കേട്ട് തെളിഞ്ഞ നേരം മുനിവരൻ എന്നുടെ അപേക്ഷിച്ചു നീയൊക്കെ പരത്തിയാൽ പിന്നെയും കന്യകയായി തന്നെ വന്നിടുമല്ലോ. നിർണയമത്രയല്ല നല്ലതേ വന്നുകൂടൂ, ആസ്വദിപ്പതന്നെ യോഗമുണ്ടല്ലോ നിന്നെ. വാത്സല്യം നിനക്കെന്നിലുമുണ്ടാകെ വേണം ബാലെ. ആരുമേ കാണായ്പതിനായി അന്നേരം മുനിഭരൻ ഘോരമായൊരു മഞ്ഞു നിർമ്മിച്ചാൻ അത്രയല്ല. മത്സ്യഗന്ധവും പൂക്കി കസ്തൂരി ഗന്ധമാക്കി തത്സംഗം കൊണ്ടല്ലയോ നല്ലത് വന്നു ന്യായം. നദി തന്മധ്യപരദ്വീപവുമുണ്ടായി വന്നു മതിമുഖിയാൾക്ക് കൗതുകമുണ്ടായല്ലോ. എന്തിനു പറയുന്നു വെറുതെ ബഹുവിധം ബന്ധമോക്ഷങ്ങളുടെ ഭേദം കണ്ടൊരു മുനി. നല്ലൊരു തീർത്ഥഭൂതയാകിയ യമുനാതിരിയിലെല്ലാവരും കുളിച്ചോത്ത സന്ധ്യയെ വന്നിക്കുമ്പോൾ മത്സ്യഗന്ധിനിയായ കൈവർത്ത കന്യകയെ മത്സ്യകേതന ശരമേറ്റു പുൽകിനാർ മുനി. ദിവ്യ തീർത്ഥത്തിലങ്കെന്നു ദിവ്യാർക്കനുദിക്കുമ്പോൾ ദിവ്യനാഗയമുനെ കൈവർത്ത കന്യകതൻ കൊങ്കകൾ പുണർന്നത് ബാലിക താനുവേദം ശങ്കിച്ചീരത് നേരമീശ്വരമതമല്ലോ. ഗർഭവും ഉൽപ്പാദിച്ചൊരു ഗർഭകനുണ്ടായി വന്നിതപ്പോഴേ ഭവിച്ചത് യൗവനം കുമാരനും. യമുനാദീപം അവന നയനമാകമൂലം മുനിയും ദൈപായനെന്നൊരു പേരമിട്ടാൽ ബദരഷണ്ഡം പുനരനയമാക കൊണ്ടു മതിമാനാകുവാൻ ബാധരായണ നായൻ. ചിന്തയ്ക്ക വലിയൊരു സങ്കടം വരുന്നേരും അന്തികെ വരുവൻ ഞാനന്തരമില്ല ഏതും എന്ന് യാത്രയും ചൊന്നാൻ അമ്മയോടുടനവൻ. പിന്നെ പോയി തപസ്യന് കോപ്പിട്ടാൻ പടി പോലെ. ചൊല്ലഴും പാരാശര്യൻ പോയത് യഥാക്രമം നല്ല കന്യകയാൽ കസ്തൂരി ഗന്ധിതാനും. അന്നേരമുണ്ടായി വന്ന യോനിതൻ ക്ഷണം പോയി പിന്നെ കസ്തൂരി ഗന്ധം പോയതില്ലൊരു നാളും. നല്ലവരോടുകൂടി സത്സർഗമുണ്ടായി വന്നാൽ നൽകത് പോകയില്ല പോകുമാകാത്തതെല്ലാം. നല്ലതില്ലേതും മറ്റു സത്സംഗത്തിൻ്റെ സമം. ഓരോരോ യുഗത്തിങ്ക ധർമ്മത്തിനല്ലാത്ത എല്ലാം ഓരോരോ പദം. പിന്നെ മനുഷ്യർക്കതുപോലെ ആയുസും ഉത്സാഹവും ഭുക്തിശക്തിയുമെല്ലാം പോയിട്ടു ദശാംശമേ ശേഷിപ്പിയുഗം പതേ. ആകയാൽ വേദമൊക്കെ പഠിച്ചു കൂടുകയാൽ ആകെ കൈകാപ്പിക്ക പകുത്തേടിനാൽ ദേവാചരൻ വ്യാസൻ എന്നൊരു നാമം അതിനാലുണ്ടായി വന്നു വാസവേദനായതിനു. പിന്നെ മതകാലം വേദാർത്ഥം പ്രകാശിപ്പിക്കാൻ ചമച്ചു പുരാണങ്ങളെ. ഭൂദേവോത്തന്മാരും ശിഷ്യരായി ചമഞ്ഞതു 4 ശിഷ്യർക്കളതിൽ കേവലം പ്രധാനന്മാർ. 4ആർക്കും ഓരോ ഭേദം വെവ്വേറെ പഠിപ്പിച്ചു സുമന്തു താനും പിന്നിയ ജൈമിനി പൈലൻ
ശുഗൻ സുമന്ത്രസൂത്ര ബ്രഹ്മാണി ഭേദജ്ഞന്മാർ പോൽ ഭാരതമാകും അഞ്ചാം വേദത്തെ പഠിപ്പിച്ചു സാരനായുള്ള വൈശ്യം വായനമുരി തന്നെ ഇതിഹാസ പുരാണങ്ങൾ എന്നിവയെല്ലാം മതിമാനായുള്ളൊരു സൂതനെ പഠിപ്പിച്ചു. വിഷ്ണു തൻ്റെ അംശമായത് വേദവ്യാസൻ കൃഷ്ണവർണ്ണത്വം കൊണ്ടു കൃഷ്ണനെന്നാക്കി നാമം ധീരനാം പരാശന പുത്രനായത് മൂലം ഭാരതിൽ പാരാശര്യനെന്നും ചൊല്ലിയിടുന്നതും കൃഷ്ണനും ദൈവായനൻ വ്യാസനും പാരാശര്യൻ കൃഷ്ണദൈവായനും വേദവ്യാസനുമേവം കൂടിയും ചൊല്ലും നാമം ബാദരനായത് ഗൂഢവേദാർത്ഥജ്ഞൻ ഗൂഢസ്ഥൻ അപരൻ പുമാൻ ആ മഹാമുരിയുടെ മാഹാത്മ്യമാക്കു ചൊല്ലാം. നിർമ്മനല്ലോ മഹാഭാരത കർത്താപോർത്താൽ മന്മനോമോഹാദ്വാന്തമുന്മൂലനാശനം ചെയ്തവൻ മഹാബുധൻ്റെ കാരുണ്യമെന്നു നൂനം.